ാണ് എന്നുള്ളതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. എന്തായാലും ആ വ്യക്തി ഇന്ന് നമ്മളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് നമ്മുടെ കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. So I am really proud to have him here today. So my dear friends, this is the moment I just want to introduce the guy to you, and I am really honored and privileged to welcome Mr. Gokul Krishna comes to the first ID in India with Nayanam AI. All right, thank you, sir. Now the stage is yours, please. നമസ്കാരം. ചെറുതായിട്ട് നമസ്കാരം. താങ്ക് യു. സോ പറഞ്ഞ പോലെ പേര് ഗോകുൽകൃഷ്ണ. ഇവിടെ പന്തളത്താണ് വീട്. ലാസ്റ്റ് ഒരു 7 months ആയിട്ട് ഞാനൊന്ന് നല്ല സ്ട്രോങ് ആയി ചെയ്യാണ്. സ്ട്രോങ് ആയി ചെയ്യണമെങ്കിൽ റീസൺ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? നമ്മൾ നോർമലി ടിപ്പിക്കൽ MLM കമ്പനികൾ വരുമ്പോൾ എന്താ ഉണ്ടാവുക? കുറച്ച് ലീഡേഴ്സ് ആവും ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്നുണ്ടാവുക അല്ലേ? പിന്നെ എവിടെയെങ്കിലും കണ്ടോ ഇതിനു മുന്നേ? ചില ആൾക്കാർ കണ്ടുണ്ടാവും, പേഴ്സണലി അറിയുന്ന ആൾക്കാരുണ്ടാവും. അതല്ലാതെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന രീതിയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഇൻവെസ്റ്ററാണ്. പല കമ്പനിയിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമല്ലാതെ നെറ്റ്വർക്ക് ബിൽഡിങ് ഇതിനു മുന്നേ ചെയ്തിട്ടില്ല. സ്മോൾ സ്കെയിൽ ചെയ്തിട്ടുണ്ടാവും, ലാർജ് സ്കെയിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് എടുക്കാൻ റീസാണ്. ഇൻവിറ്റേഷൻ എനിക്ക് പറഞ്ഞ പോലെ ഹോങ്കോങ്ങിൽ നടന്നു. അപ്പോൾ നമ്മളിവിടെ നോർമലി വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു ഇൻവിറ്റേഷൻ കിട്ടി നമ്മൾ പോവില്ലേ? തമിഴ്നാട്ടിൽ നല്ല വിളിച്ചു നോക്കണം. ഹോങ്കോങ്ങിക്കാണ്. മുന്നേ വരെ ഹോങ്കോങ്ങിക്ക് ആരെങ്കിലും ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടോ? ഇന്ന് റെസ്പോണ്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇല്ലല്ലോ. ഞാൻ വിചാരിച്ചു ഞാൻ കണ്ടിട്ടില്ല, ഹോങ്കോങ്ങിൽ കണ്ടിട്ട് വരാണ്. ഞാൻ അവിടെ പോയി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ പഴയ മൈൻഡ് സെറ്റിനെ പറ്റി ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേൾക്കണ പോലെ, നിങ്ങൾ ചിന്തിക്കണ പോലെ തന്നെ നമ്മളിത് കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇതിന് യൂണീക്നെസ്? ഫസ്റ്റ് ഓഫ് ഓൾ ആഷിക്ക് പറഞ്ഞിട്ടുണ്ടാവും, ഒരു ഫിൻസെന്റ് കമ്പനിയാണ്, ഫിൻടെക് കമ്പനിയാണ് നമ്മുടെ നയനം AI, നോട്ട് എ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി. മനസ്സിലായിണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു കമ്പനി മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവും അല്ലെ? കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. കമ്മ്യൂണിറ്റി ഇന്ന് മാർക്കറ്റിൽ ബിൽഡ് ചെയ്യുക പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഈ 6 മാസം കൊണ്ട് നമ്മുടെ നയനം പറയുന്ന കമ്പനി അറൌണ്ട് 1.5 lakh കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു ഓൾ ഓവർ ദി വേൾഡ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇന്ത്യയിൽ വെറും 13,000 ഇപ്പോൾ, ബാലൻസ് ഗ്ലോബലിയാണ്. ഇതിന്റെ ഒരു വലിപ്പം മനസ്സിലായില്ലേ? ഇന്ത്യയിൽ ഇത്രത്തോളം മാത്രം വളരാൻ കാരണം ആരാ? ഇത്രത്തോളം മാത്രം. ഓക്കെ, ഇത്രയും നല്ല പ്രൊജക്ട്, ഇത്ര ഇൻകം കിട്ടുന്നു, അടിപൊളി പ്ലാനിങ്. കോഴ്സ് ഞാൻ തന്നെയാണ്. കാരണം എനിക്കിവിടെ ആരും നെറ്റ്വർക്ക് ചെയ്യുന്ന ആരും അറിയില്ല. അപ്പൊ ആരും ഇൻവൈറ്റ് ചെയ്യാൻ പറ്റി എനിക്ക്? ഞാൻ പറഞ്ഞു ഞാൻ ഇൻവെസ്റ്ററാണ്. അപ്പൊ എൻ്റെ ഒപ്പമുള്ളവരും ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റേഴ്സ് ആവും. ഇൻവെസ്റ്റേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒന്നും കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്. ആക്ച്വലി ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, എത്ര ആൾക്കാർ ജോയിൻ ചെയ്തവരുണ്ട്? ജസ്റ്റ് ഇത്ര ആൾക്കാരുള്ളൂ. അപ്പൊ അതിൽ പല ഓപ്ഷൻസ് ഉണ്ടല്ലേ. ഫസ്റ്റ് സ്റ്റേജ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്ലാൻ അല്ല, നമ്മുടെ കമ്പനിയുടെ ഫസ്റ്റ് സ്റ്റേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഒന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞാൽ നമുക്കൊരാളെ റെഫർ ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. അതിന് കൂടുതലൊന്നും കാണിച്ചു കൊടുക്കാനോ അച്ചീവ്മെന്റ് കാണിച്ചു കൊടുക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നമുക്ക് ഇന്ന് ഇവിടെ ഇത്ര ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് തന്നെ എന്തിന്റെ പവറാ? ഒന്ന് ഇൻകം പ്ലാനിന്റെ, ഓഫ്കോഴ്സ് അല്ലേ? ഇൻകം പ്ലാന് പ്ലസ് കമ്പനി. ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയ കാര്യം എന്താ പറയുക? ഇതിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്? ഉണ്ടാവും. ജസ്റ്റ് ഒരു 5 years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എത്ര ആളുണ്ട്? ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. 5 years മേലെ എക്സ്പീരിയൻസ് ഉള്ള ആർക്കുണ്ട്? കുറച്ച് ആൾക്കാരുണ്ട്. ഇന്നേ വരെ ഏതെങ്കിലും കമ്പനി വന്നിട്ട് അവരുടെ ബാക്കപ്പ് കാണിച്ചിട്ടുണ്ടോ? സീരിയസ്ലി ആസില്ല. എന്തുകൊണ്ടാ? അല്ല, അത് ആക്ച്വലി ട്രൂത്ത് ആണ്. ബാക്കപ്പ് കാണിച്ചാൽ ഉണ്ടാവണ്ടേ? ഏതെങ്കിലും കുറച്ച് ലീഡേഴ്സ് ജോയിൻ ചെയ്യും, കമ്പനി സ്റ്റാർട്ട് ചെയ്യും,
അവരെന്നെ പ്രൊമോട്ട് ചെയ്യും. ഇതാണ് ലാസ്റ്റ് ഒരു 5 years ആയിട്ട് മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ എങ്ങനെയായിരുന്നു നമുക്ക് അറിയില്ലായിരുന്നു അല്ലേ? കമ്പനി ചൂസ് ചെയ്യുമ്പോൾ, ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഞാൻ പേഴ്സണലി ചൂസ് ചെയ്യാൻ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് കമ്പനിയുടെ ബാക്കപ്പ്, കമ്പനിയുടെ റവന്യൂ സിസ്റ്റം. മനസ്സിലായോ? കമ്പനിയുടെ ബാക്കപ്പ്, കമ്പനിയുടെ റവന്യൂ സിസ്റ്റം. ഇപ്പൊ ഇന്ത്യയിൽ കാശ് വാങ്ങി ഇത് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തെങ്കിലും കാര്യം എത്ര കാലം കറക്കാൻ പറ്റും? ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഏകദേശം ജസ്റ്റ് അറൗണ്ട് ചെയ്യാൻ ഏകദേശം $9 million ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ടീമിൽ വന്നത്. $9 million ഈ 6 months. ഇപ്പൊ നമ്മുടെ കണ്ട എമൗണ്ട് എത്ര ഉണ്ട്? 43 കോടി. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ കമ്പനി മാർക്കറ്റിലുണ്ട്. ആരെങ്കിലും കേട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ റീസൺ സോ ബാക്കപ്പ് കണ്ടു. ഇനി നമുക്ക് ഇതിൽ എന്താ പറയണ്ടേ? ഇവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ എന്താണ് സോഴ്സ്? ഇപ്പോ ആഷിഖ് പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ നോവമാൻ AI-നെ കുറിച്ചിട്ട്. അതിന്റെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നത് 31 to 48% ആണ് പെർ ഡേ. അവിടെ നിന്ന് നമുക്ക് കൊടുക്കുന്നത് എത്രയാണ്? 1.6%. ഇത് സർവൈവ് ചെയ്യൂ. ഇങ്ങനെ ലോജിക്കലി മീൻസ് നമ്മുടെ ഫ്രണ്ടിലുള്ള ഡാറ്റ ഇൻഫർമേഷൻ ആണ്. ആ ഇൻഫർമേഷൻ വെച്ച് മാത്രം ഇതാക്കി നമ്മൾ വേറെ സ്പെക്കുലേഷൻ ചെയ്യണ്ട. ഫ്രണ്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് തിങ്ക് ചെയ്യാം. നമുക്ക് ഇവിടെ കിട്ടുന്നത് വെറും 1.6% മാത്രമാണ്. ഇത് നിൽക്കില്ലേ? നിൽക്കുന്നതിന് ഉറപ്പില്ലല്ലോ. ഓക്കെ പ്ലസ് ഓക്കെ നമുക്ക് പ്രസന്റ്ലി ഇപ്പൊ ജസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം മാത്രമാണ് കമ്പനി ലൈവായിട്ട് റൺ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഈ കമ്പനിയുടെ എല്ലാ പ്രൊഡക്ട്സും ജസ്റ്റ് പ്രൊഡക്ട്സ് പറഞ്ഞു. സോ നമ്മുടെ കമ്പനിയുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം, AI സിസ്റ്റം. സെക്കൻഡ് വന്നിട്ട് UCard, നമ്മുടെ ക്രിപ്റ്റോ കാർഡ്. തേർഡ് എക്സ്ചേഞ്ച് പോർട്ടൽ DeFi സിസ്റ്റം. ഫിഫ്ത്ത് വാലറ്റ്, ഡീസെൻട്രലൈസ്ഡ് വാലറ്റ്. ലാസ്റ്റ്ലി നമ്മുടെ ഷെയർസ്. ഓക്കെ, ഇതിൽ നമ്മളിപ്പോൾ ലൈവായിട്ട് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം കാണാൻ പറ്റും. നിങ്ങൾക്ക് അറിയില്ല എന്ന് മാത്രമേ. നമുക്ക് UCard ലൈവാണ്. UCard ക്രിപ്റ്റോ കാർഡ് അറിയാം, അധികം യൂസ് ചെയ്യുന്നുണ്ടോ? ക്രിപ്റ്റോ കാർഡ് നോർമലി നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? അതിൽ ഫണ്ട് ലോഡ് ചെയ്യണം. എന്താണ് ചെയ്യുക? ക്യാഷ് ലോഡ് ചെയ്യണം. നമ്മുടെ പേഴ്സണൽ യൂസിന്, ഡെയിലി ലൈഫ് യൂസിന് യൂസ് ചെയ്യണം അല്ലേ? ഇതേ സാധനം നമുക്ക് ക്രിപ്റ്റോ ലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വിസ കാർഡ് തന്നെ മാർക്കറ്റിൽ വിസ മാസ്റ്റർ ഒരു 3-4 കാറ്റഗറി ഉള്ളൂ. എല്ലാം വിസ കാർഡിൽ ക്രിപ്റ്റോ ലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ലൈവ് ആണ്. തേർഡ് വൺ എക്സ്ചേഞ്ച്. അപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, അതിലൊരു സ്പോട്ട് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. കണ്ടോ? നമ്മുടെ എക്സ്ചേഞ്ചിങ് പറയാം. ഇപ്പോൾ എക്സ്ചേഞ്ച് ഓൾറെഡി ലൈവ് ആണ്. ഇപ്പോൾ വർക്ക് ആയ കാരണം ഒന്ന് ഷട്ട് ഡൗൺ ആക്കിയിട്ട് നോക്കുകയാണ്. മേ ബി ഇൻ ഏപ്രിലിനോ വലിയ ദിവസമില്ലല്ലോ, ഏപ്രിലിൽ ലൈവ് ആവും എക്സ്ചേഞ്ച്. പിന്നെ വരുന്നത് നമ്മുടെ DeFi സിസ്റ്റം. DeFi സിസ്റ്റം എന്താ? ഡീസെൻട്രലൈസ്ഡ് DeFi അറിയില്ല? DeFi ആക്ച്വലി ബ്ലോക്ക് ചെയിൻ പറയില്ലേ, അതൊരു DeFi ആണ്. ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം, ട്രാൻസ്പാരന്റ് ആണ്, ലൈവ് ആണ്, ഒരിക്കൽ റൺ ചെയ്താൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ആ സിസ്റ്റം ലൈവ് ആണ്. ലാസ്റ്റ്ലി നമ്മുടെ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനിയുടെ ഓൺ വാലറ്റ് ആണ്. ഇന്നറിയാം നമുക്ക് മാർക്കറ്റിൽ പല വാലറ്റുകളുണ്ട് ഇല്ലേ? നമ്മൾ ഏതൊക്കെ ഉപയോഗിക്കണേ? ട്രസ്റ്റ്, ടോക്കൺ, കുറെ ഉണ്ട് അല്ലേ? ഇതെല്ലാം കോമൺ അല്ലേ? എല്ലാത്തിനും പർപ്പസ് സെയിം അല്ലേ? സ്റ്റോറേജ് യൂണിറ്റ് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിപ്റ്റോ സ്റ്റോർ ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം അല്ലേ? ഇതിനും കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് എനിക്ക് BP-ന്ന് BP-ക്ക് അയക്കാം, TRC-ന്ന് TRC-ക്ക് അയക്കാം.
ഇത് ബീഫിൽ നിന്ന് ടിആർസിക്ക് അയക്കാൻ പറ്റുകയാണെങ്കിലോ? മനസ്സിലായോ? അതൊരു യൂണിക് പ്രൊഡക്റ്റ് ആണ്. പ്രസന്റ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന സമയം വരെ ഇന്ന് മാർക്കറ്റിൽ ഇല്ല. അതും ലൈവ് ആണ്. ലൈവ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി? പബ്ലിക് കമ്മ്യൂണിറ്റിയിലുണ്ട്, പബ്ലിക്കിനെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. കാരണം ഇപ്പൊ നമ്മുടെ റോഡ് മാപ്പ് കണ്ടുണ്ടാവുമല്ലോ, 2027-28 വരെ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഓരോ സ്റ്റേജിലാണ് എല്ലാം ഓപ്പൺ ആവുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ആവുന്നതിനനുസരിച്ചിട്ട് ഓരോ പ്രൊഡക്റ്റ് അവർ മാർക്കറ്റിലേക്ക് ലൈവ് ചെയ്യും. എല്ലാം ഒരുമിച്ച് ലൈവ് ആക്കി എന്താ അവസ്ഥ? എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. മേ ബി 6 months എവരി പ്രൊഡക്റ്റ് വിൽ ബി ലോഞ്ച്. ഇതാണ് നമ്മുടെ കമ്പനിയുടെ ഒരു സിസ്റ്റം. ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ക്ഷണിച്ചു നോക്കുന്നത്. ഇന്നേ വരെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രോഗ്രാമിന് പോയിട്ട് മോട്ടിവേഷൻ അല്ലാതെ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയില്ല. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി എഡ്യൂക്കേഷൻ ത്രൂ ബിസിനസ് നിങ്ങളെ പഠിപ്പിച്ചിട്ട് നോക്കുകയാണെങ്കിൽ മാത്രം ബിസിനസ്സിൽ വന്നാൽ ഞങ്ങൾ കമ്പനിയെ നോക്കുക. ഇത് നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ബിസിനസ് ചെയ്താൽ ക്ലിയർ അല്ലേ? ഇതില് ആഷിക്ക് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും, ഇതിൽ എന്തെങ്കിലും വല്ല ക്ലാരിറ്റി വരുത്താണോ? ക്ലാരിറ്റി അങ്ങനെയല്ല, ഇത്രയും മതി എന്ന് പറഞ്ഞോട്ടാണ് പ്രശ്നം. ഓക്കെ, നമ്മള് ഫുള്ളി ഒന്നും പഠിക്കലില്ല, ആരെങ്കിലും വാക്ക് കേട്ടിട്ടാവും ചെയ്യാം അല്ലേ? നമ്മുടെ പഴയ ഞാൻ എത്ര കിട്ടുന്നുണ്ട്, എത്ര കിട്ടുന്നുണ്ട്, നിങ്ങൾ ഇട്ടോ, ഞാൻ ഗ്യാരണ്ടി അല്ല. ഞാൻ ഒരു പഴയ സിസ്റ്റമാണ്. സീരിയസ്ലി ഇതല്ലാതെ ആൾക്കാർ എന്താ ചെയ്യണേ? ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണ്ട? ചിലപ്പോ വിഡ്രോ ചെയ്യാൻ പോലും ആരും പഠിപ്പിച്ചു കൊടുക്കണ്ടാവില്ല അല്ലേ? നമുക്ക് ആ മോട്ടോ മാറ്റിയിട്ട് എഡ്യൂക്കേഷൻ ദെൻ ബിസിനസ്, ലേൺ ദെൻ ഏൺ, ആ സിസ്റ്റത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് പോകാൻ പറ്റും. നല്ല ഒരു തീർത്തില്ല. നമുക്ക് 28 സമയമുണ്ട്. ക്ലിയർ അല്ലേ? ഐ ഹോപ്പ് എവരിവൺ അണ്ടർസ്റ്റുഡ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഒരു ഇമ്പോർട്ടൻസ്. എഡ്യൂക്കേഷൻ തന്നു. ഇതിന് കൂടുതൽ അറിയണമെങ്കിൽ ബിസിനസ് ഓക്കെ പറയാം. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ? താങ്ക് യു. താങ്ക് യു ഗോകുൽജി. അത് ശരി, നിങ്ങളുടെ നാട്ടുകാരനായിട്ട് ഞാൻ എനിക്ക് കയ്യിൽ കുറച്ച് കുറഞ്ഞാലും വലിയ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ ഇപ്പോ വേറെ എന്തെങ്കിലും ടൈപ്പ് ഒരു ഓൺലൈൻ ബിസിനസ്സോ കാര്യങ്ങളോ കൺസിഡർ ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്യാണ്. നമ്മൾ ഫുഡ് റെഡിയാണ്. ജസ്റ്റ് അങ്ങനെയെങ്കിൽ എന്ത് വരുമാനം ഉണ്ടാവാം? ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസം ടെനറില് ഒരു $100 സ്റ്റാർട്ട് ചെയ്തൊരു പ്രോഗ്രാമിന് എന്ത് വരുമാനം തരാൻ പറ്റും? എനിക്ക് പുതിയ ആൾക്കാർ മാത്രം 6 മാസം പ്രായം പുതിയ ആള് സാറൊന്നും ഒരു മാസത്തെ അല്ലെങ്കിൽ വേണ്ട ഒരു മാസത്തെ കാൽക്കുലേറ്റ് നമ്മൾ മന്ത്ലി ആണ് പ്ലീസ് എത്ര തരാം? നോട്ട് അബൌട്ട് പെർസെന്റേജ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ANR ഫിഗർ. $100 per day. അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് he started with $100. ഓക്കെ, ഒരു 6 മാസം മുമ്പ് ഒരു $100 കൊണ്ടാണ് ഈ വ്യക്തി ഇപ്പൊ നമ്മളുടെ സ്റ്റേജിൽ സംസാരിച്ച വ്യക്തി സ്റ്റാർട്ട് ചെയ്തത്. So what would be his present income? Any guess? അത് പെർമിറ്റഡ് ആണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ അതും കൂടി ഒന്ന് ചോദിച്ചറിഞ്ഞിട്ട് നമുക്ക് പോയാൽ മതി. സീക്രട്ട് ആയിട്ടൊക്കെ നമ്മൾ പാസ് ചെയ്യും. പറഞ്ഞു, ഞാനത് പബ്ലിക്കലി പറഞ്ഞില്ല, കാരണം അങ്ങനെ പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. Just go for it and you will realize the real potential of this platform. My dear friends, this is not just a story, this is not just a joke. It's a reality. To be a part of it and your life won't be the same again. So this is it, and I'm Deepu signing off. All the best and thank you. Bye.